ഇസ്രായേൽ ജനം അനേക കാലങ്ങൾ മിസ്രൈമിന്, ഈജിപ്തിന് അടിമകളായിരുന്നു. നമ്മളും പാപത്തിൻ്റെ ശക്തിക്ക് അടിമകളായിരുന്നവരാണ്. രക്ഷിക്കപ്പെട്ടു വന്നതിന് ശേഷവും പിന്നീട് പ്രവാസകാലത്തിലേക്ക് പോയി. ബാബിലോൺ പ്രവാസം, ജഡത്തിൻ്റെ ശക്തിക്ക്, സാത്താൻ്റെയും പാപത്തിൻ്റെയും ബന്ധനത്തിൽ വിടുവിക്കപ്പെട്ട നാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ സഭയിൽ വന്ന വിശ്വാസികളും വേലക്കാരും പിന്നീട് ചില ജഡശക്തികൾക്ക് അടിമകളായി പോയതാണ് പ്രവാസം. എന്നാൽ ഇപ്പോൾ പ്രവാസത്തിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുന്നൊരു കാലമാണ്. അടിമത്തത്തിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുന്നൊരു കാലമാണ്. നമ്മൾ വായിക്കുമ്പോൾ 2 വാക്യം വായിക്കാം. ഗലാത്യർ 3:1, എസ്രാ 4:1. ഗലാത്യർ 3:1 വായിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. 5-ാം അധ്യായം അല്ലേ, 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അതിൽ ഉറച്ചു നിൽപ്പിൻ പ്രിയരേ. അടിമനുഖത്തിൽ പിന്നെയും പാപത്തിന്റെ ശക്തിക്ക് അടിമപ്പെട്ടു പോകരുത്. പാപത്തിന് വിടുതൽ പ്രാപിച്ചവരായി നാം വീണ്ടും പാപത്തിന്റെ ശക്തിക്ക് അടിമനുഖത്തിലേക്ക് നാം പോകരുത്. എസ്രാ 4:1 വായിച്ച്. പ്രവാസികൾ മന്ദിരം പണിയുന്നു. നോക്കണം, ഒരു കാലത്ത് അവര് ബാബേൽ പ്രവാസികളായിരുന്നു. പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദിയുടെയും ബെന്യാമിന്റെയും വൈരികൾ കേട്ടപ്പോൾ അവൻ സെരുബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും പ്രവാസികൾ മന്ദിരം പണിയുന്നു. പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന്. മതി, തമിഴ് പഠിക്കുക. എസ്രാ 4-ാം അധ്യായം മുതൽ വചനം. ஜனங்களில் இஸ்ரவேலின் தேவனாய கர்த்தருக்கு ஆலயத்தை கட்டுகிறார். சிறையிலிருந்து வந்தவர் இஸ்ராയേലിൻ സൈനികൾക്ക് കർത്തർക്ക് ആലയത്തെ കെട്ടുகிறாർ. ഇതാണ് നമ്മുടെ ജോലി, നിങ്ങളുടെ എൻ്റെയും ജോലി. ഇനി അടിമകളായിരിക്കാനല്ല. ഇനി നാം മറ്റുള്ള ശക്തിക്ക് പ്രവാസികളായി ജീവിക്കേണ്ടവരല്ല. ഇനിയിപ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നാം നമ്മുടെ മന്ദിരം, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ പണിയേണ്ട സമയമാണ്.